given by Maurice Duverger. Maurice Duverger has classified political parties on the basis of nature and structure of political parties. On this basis, he classified political parties into three types: one party system, two party system, and multi party system. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു വേറൊരു രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ മോറിസ് ഡുവർജർ എന്ന ഒരു ജൂറിസ്റ്റ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടീസിനെ ക്ലാസിഫൈ ചെയ്തത് പ്രധാനമായിട്ടും മൂന്നായിട്ടാണ്: വൺ പാർട്ടി സിസ്റ്റം, ടു പാർട്ടി സിസ്റ്റം ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം. ഏകകക്ഷി സമ്പ്രദായം, ദ്വികക്ഷി സമ്പ്രദായം, ബഹുകക്ഷി സമ്പ്രദായം. ദെൻ ഫസ്റ്റ് വൺ we are going to discuss is one party system. പേര് പോലെ തന്നെയാണ്, ഇറ്റ്സ് ലൈക്ക് ദ നെയിം മെൻഷനിങ്, വൺ പാർട്ടി സിസ്റ്റം ഇൻ വിച്ച് സിംഗിൾ പാർട്ടി എൻജോയ് മോണോപ്പൊളി ഓഫ് പവർ ബൈ എക്സ്ക്ലൂഡിങ് അതേഴ്സ്. ഒറ്റക്കക്ഷി മാത്രം ഭരണം നടത്തുന്നു, മറ്റ് പാർട്ടികളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചില കേഡർ പാർട്ടികളും ചില ഇൻ്റഗ്രേറ്റീവ് പാർട്ടീസും ഒക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും വൺ പാർട്ടി സിസ്റ്റമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഫാസിസ്റ്റ് രാജ്യങ്ങളുമാണ് ഈ വൺ പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. സിംഗിൾ പാർട്ടി എൻജോയ്സ് മോണോപ്പൊളി ഓഫ് പവർ ബൈ എക്സ്ക്ലൂഡിങ് അതേഴ്സ്. മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഒരു കക്ഷിക്ക് മാത്രം ഭരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് വൺ പാർട്ടി സിസ്റ്റം. വൺ പാർട്ടി സിസ്റ്റം ഈസ് ഓഫ് ടു കൈൻഡ്സ്. രണ്ട് തരത്തിലാണ് വൺ പാർട്ടി സിസ്റ്റം ഉള്ളത്. ഫസ്റ്റ് ഈസ് എ കേസ് ഇൻ വിച്ച് സിംഗിൾ പാർട്ടി എൻജോയ് മോണോപ്പൊളി ഓഫ് പവർ. രണ്ട് രീതിയിലാണ് വൺ പാർട്ടി സിസ്റ്റം വർക്ക് ചെയ്യുക. ഒന്നാമത്തെ സാഹചര്യം, ഒരു പാർട്ടി അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയ അധികാരത്തിൻ്റെ അധികാര കുത്തക അവർ മാത്രം കൈകാര്യം ചെയ്യുന്നു. ദേ വിൽ നോട്ട് പെർമിറ്റ് ഒപ്പോസിഷൻ പാർട്ടി ടു വർക്ക് ഓർഗനൈസ് വിതിൻ ദി കൺട്രി. രാജ്യത്തിനുള്ളിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് വൺ പാർട്ടി സിസ്റ്റത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ആൻഡ് ഫാസിസ്റ്റ് കൺട്രീസ് ആർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞത്. ദ സെക്കൻഡ് കേസ്, അനദർ കേസ് ഇസ് വൺ പാർട്ടി ഡോമിനൻ്റ് സിസ്റ്റം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വൺ പാർട്ടി ഡോമിനൻ്റ് സിസ്റ്റമാണ്. നമ്മളുടെ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, ടാൻസാനിയ ഒക്കെ ഉദാഹരണമായി വരുന്ന ഒരു സാഹചര്യമാണ് ഇത്. വൺ പാർട്ടി ഡോമിനൻ്റ് സിസ്റ്റം ഇസ് മെയിൻലി എ ഫീച്ചർ ഓഫ് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റീസ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച കോളനി ഭരണത്തിന് ശേഷമുള്ള സമൂഹങ്ങളിലാണ് പലപ്പോഴും ഈ ഒരു രീതി കണ്ടത്. ഉദാഹരണം ഇന്ത്യയിൽ അങ്ങനെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇതിൻ്റെ ഒരു രീതി, വൈ ദിസ് ഹാപ്പൻ is that because of the anti-colonial movement of these former colonies become the ruling party, become the party which is dominant in that society. അതാണ് സംഭവിച്ചത്. ഇവിടെ ഈ രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും ഇന്ത്യയിലും സിംബാബ്വെ, ടാൻസാനിയയിലൊക്കെ കോളനി വിരുദ്ധ സമരത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം രാഷ്ട്രീയ അധികാരം കൈയാളുന്ന അവസ്ഥയിലേക്ക് വന്നു. അത്തരം സംവിധാനങ്ങളാണ് വൺ പാർട്ടി ഡോമിനൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്ത്യ അതിന് ഉദാഹരണമാണ്. ദെൻ മെറിറ്റ്സ് ഓഫ് വൺ പാർട്ടി സിസ്റ്റം. ഏകകക്ഷി സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ് എന്താണ്? ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി ടു ഗവൺമെൻറ് സിൻസ് ദർ ഈസ് നോ ഒപ്പോസിഷൻ ടു ഡിസ്ലോഡ്സ് ദി ഗവൺമെൻറ്. ഇതിൻ്റെ മേന്മകൾ പറയുകയാണെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി. ഗവൺമെൻറ് സ്റ്റെബിലിറ്റി ഉണ്ടാകും, ഗവൺമെൻറ് കൂടെ താഴെ വീടില്ല. ദർ ഈസ് നോ ഒപ്പോസിഷൻ ടു ഡിസ്ലോഡ്സ് ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി, ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വേറൊരു സംവിധാനം വരുന്നില്ല എന്നർത്ഥം. ദർ ഈസ് നോ ഒപ്പോസിഷൻ ഇൻ ദാറ്റ് സെൻസ്. ദെൻ ഇറ്റ് എൻഹാൻസസ് നാഷണൽ യൂണിറ്റി ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് സെക്ടേറിയൻ ഇൻട്രസ്റ്റ്. ദർ ഈസ് നോ സെക്ടേറിയൻ ഇൻട്രസ്റ്റ് ഓർ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് വിത്തിൻ എ കൺട്രി വെയർ one party dominant exists. Then politically the national unity is very high in such kind of countries. For example,
in the case of communist countries and fascist countries, the national unity will be very high, and therefore it is very difficult to dismantle that government by any sectarian interest within the country. രാജ്യത്തിനുള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ ഛിദ്രശക്തികൾക്ക്, ദേശവിരുദ്ധ ശക്തികൾക്ക് ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ, തകർക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ ദേശീയ ഐക്യം വളരെ വലുതായിരിക്കും. ദർ ഈസ് നോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ബിറ്റ്വീൻ പാർട്ടി ആൻഡ് ഗവൺമെൻറ്. സിംഗിൾ പാർട്ടി സിസ്റ്റത്തിൽ, വൺ പാർട്ടി സിസ്റ്റത്തിൽ പാർട്ടിയും ഗവൺമെൻറ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കേഡർ പാർട്ടി, ഇൻറ്റഗ്രേറ്റീവ് പാർട്ടിയൊക്കെ പറഞ്ഞിരുന്നു. ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ആർ സെയിം. പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് ഗവൺമെൻറ് സെപ്പറേഷൻ ഇസ് നോട്ട് ദെയർ. നോ ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ടി ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റും പാർട്ടി തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാകും. കാരണം ഒരു പാർട്ടിയേ ഉള്ളൂ, ആ പാർട്ടി തന്നെ ഭരിക്കുന്നത്, ആ പാർട്ടി തീരുമാനിക്കുന്ന ആൾക്കാരൊക്കെ ഗവൺമെൻറ് ഉണ്ടാവും. ദാറ്റ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ. It is less expensive when comparing with other systems because there is no interim elections or unstable governments. Another important merit of this one party system is that it is less expensive. ഇത് വളരെ ചിലവ് കുറവാണ്. When we comparing it with other systems, മറ്റ് സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചിലവാണ്. Because there is no interim elections or unstable government. വളരെ അസ്ഥിരമായ ഗവൺമെൻറ്റുകളോ ഇടക്കാല തെരഞ്ഞെടുപ്പുകളോ ഇവിടെ പലപ്പോഴും വേണ്ടി വരുന്നില്ല എന്നർത്ഥം. It is another important merit of one party system. Then like merit, there are so many demerits for this one party system because it leads to tyranny. Tyranny means മോശപ്പെട്ട ഭരണം, ദുർഭരണത്തിന് കാരണമാകും. അപ്പോഴും ഏകാധിപത്യ, സ്വേച്ഛാധിപത്യ പ്രവണതയ്ക്ക് കാരണമാകും. ബിക്കോസ് ഇത് അധികാരം ആൾക്കാരെ ദുഷിപ്പിക്കുമെന്ന് പറയുന്ന പോലെ ഒരു ഏകാധിപതി അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വൺ പാർട്ടി സിസ്റ്റം. That leads to tyranny or the perverted form of government will be created in countries where the single party system is prevailing. ഒറ്റക്കക്ഷി സമരം നിൽക്കുന്നത് പലപ്പോഴും ദുർഭരണം ഉണ്ടാവും, വളരെ മോശപ്പെട്ട ഭരണം ഉണ്ടാവും. Then greater the chance of authoritarian rule since there is no opposition. Another feature of one party system is that there is no opposition. Then there is a chance of authoritarian rule kind of a rule. സ്വേച്ഛാധിപത്യപരമായി, അൺഡെമോക്രാറ്റിക്, വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ട്, ഏകാധിപത്യപരമായി, സ്വേച്ഛാധിപത്യപരമായി പെരുമാറുന്ന ഗവൺമെൻറ് ഉണ്ടാവും. There is no chance of alternative government. People does not have any choices. Only one party is there. They have to vote for that party. They can oppose them, but there is no importance or value for that opposition. അവരുടെ എതിർപ്പ്, ജനങ്ങളുടെ എതിർപ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. Because there is no there will not be any kind of opposition parties like that. Then there is no chance of alternative government. People cannot change that government. In one party system, people cannot change that government. Then it is against the spirit of democracy since all sections are not get represented. It is against the spirit of democracy. ഇത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിനെതിരാണ്. ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, അതിൻ്റെ ആശയങ്ങളെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്തൊരു സംവിധാനമാണ് ഈ വൺ പാർട്ടി സിസ്റ്റം. ബിക്കോസ് ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആർ നോട്ട് ഇൻകോർപ്പറേറ്റഡ് or represented in this system. ഒരു ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളണം. ന്യൂനപക്ഷത്തെ വേണം, ഭൂരിപക്ഷത്തെ വേണം, ഭാഷാപരമായ ന്യൂനപക്ഷങ്ങളെ, വംശീയമായ ന്യൂനപക്ഷങ്ങളെ ഒക്കെ ഉൾക്കൊള്ളും. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ജനാധിപത്യം. എല്ലാവർക്കും അംഗത്വം കൊടുക്കുന്നതാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് നമ്മൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കൊക്കെ സംവരണം നൽകിയിരിക്കും. അപ്പോൾ ബട്ട് ഇൻ വൺ പാർട്ടി സിസ്റ്റം ദർ ഇസ് നോ സച്ച് എ കൈൻഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. ജനങ്ങളെല്ലാവർക്കും ഒന്നും ഇതിനകത്ത് പങ്കാളിത്തമൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് ഇത് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യം എന്ന് പറയുന്നതിനാണ്. ആൻഡ് ലാസ്റ്റ്ലി ഇറ്റ് ഈസ് റൂൾ ബൈ എലൈറ്റ്. ഒരു കൂട്ടം വരേണ്യ വിഭാഗക്കാരുടെ ഭരണമാണ് പലപ്പോഴും ഇവിടെ നടക്കുക എന്നർത്ഥം. ദെൻ ടു പാർട്ടി ഓർ ബൈ പാർട്ടി സിസ്റ്റം. ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഗിവൺ ബൈ മോറിസ് ഡുബർജർ. Two party system. In two major parties dominates in the system. They are of three types. Two parties എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടികൾ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയാണ് ടു പാർട്ടി സിസ്റ്റം. അത് പ്രധാനമായിട്ടും മൂന്ന് രീതിയിൽ അത് നിലനിൽക്കാം. ഒന്ന്, ടു പാർട്ടീസ് ഹാവ് സഫിഷ്യൻറ്റ് ഇലക്ടറൽ സ്ട്രെങ്ത്. രണ്ട് പാർട്ടികൾ അവർക്ക് താരതമ്യേന മെച്ചപ്പെട്ട സാമൂഹ്യ അടിത്തറ അല്ലെങ്കിൽ വോട്ട് ബേസ് ഉണ്ട്. ദേ ഹാവ് സഫിഷ്യൻറ്റ് ഇലക്ടറൽ സ്ട്രെങ്ത്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം കാണിക്കാൻ പറ്റുന്നു. ദെൻ സെക്കൻഡ് കാറ്റഗറി, വൺ പാർട്ടി ഏബിൾ ടു റൂൾ ആൻഡ് അതർ ആസ് ഒപ്പോസിഷൻ. ഒരു പാർട്ടിക്ക് മാത്രമേ അധികാരം കിട്ടുള്ളൂ, മറ്റുള്ളൊരു പാർട്ടി എപ്പോഴും ഒപ്പോസിഷൻ ആയിരിക്കും. ആൾവേസ് ഒപ്പോസിഷൻ പാർട്ടി ആയിരിക്കും. എപ്പോഴും ഒരു പാർട്ടിക്ക് മാത്രം ഭരിക്കാൻ കഴിയുകയും മറ്റുള്ളവർ പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ദെൻ പവർ ആൾട്ടർനേറ്റ് ബിറ്റ്വീൻസ് ടു പാർട്ടീസ്.
അധികാരം രണ്ട് പാർട്ടികൾക്കിടയിൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം. ഇത് ചില വലിയ വ്യത്യാസമൊന്നുമില്ല. These are the 3 types of electoral two-party system. Two parties have efficient electoral system, then one party able to rule and other as opposition. Power alternate between two alternative parties. ഒരിക്കലൊരു പാർട്ടി വരുന്നു, പിന്നീട് വേറെ പാർട്ടി വരും. UK, USA, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് ആർ എക്സാമ്പിൾസ് ഫോർ two-party system. Two-party system പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ്. Then merits of two-party system. Two-party system പ്രധാനപ്പെട്ട മെയിൻ മെറിറ്റ്. First one, it gives stability to government. Government stability കൊടുക്കും. Then consistency in policies and programs can be maintained. Two-party system ആകുമ്പോൾ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. കാരണം ഗവൺമെൻറ് ഇടയ്ക്ക് വീഴ് പോകുന്നില്ല. കാരണം ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ വേറൊരു ഗവൺമെൻറ് ഉണ്ടാവും. അപ്പോൾ ഗവൺമെൻറ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. കൺസിസ്റ്റൻസി ഇൻ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ക്യാൻ ബി മെയിൻറ്റെയിൻ. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പോളിസിയിൽ, നയങ്ങളിലും പരിപാടികളിലൊക്കെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. കാരണം കൂട്ടുകക്ഷി ഭരണമല്ല, ഇടയ്ക്കിടയ്ക്ക് ഗവൺമെൻറ് മാറിപ്പോകുന്ന സാഹചര്യമില്ല. ഒരു പാർട്ടി അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് അവരുടെ നയങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തു പോകാൻ കഴിയും. ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക് ഇൻ റിയൽ സെൻസ്. ഇറ്റ് പ്രൊവൈഡ്സ് ആൾട്ടർനേറ്റീവ് ടു പീപ്പിൾ. It is more democratic than one-party system because it provides alternative. One of the major drawback of one-party system was that there is no alternative for people. ജനങ്ങൾക്ക് അവിടെ വേറെ ബദലുകളൊന്നുമില്ല. It is only one party is there. There is only one party and that will be the ruling party. In two-party system there is an alternative choice is before the people and it is in that sense it is more democratic. ഇത് കൂടുതൽ ജനാധിപത്യപരമാണ്. കാരണം ജനങ്ങൾക്ക് വേറൊരു ചോയ്സ് ഉണ്ട്. Then parties plays a constructive and positive role in two-party system by suggesting alternatives. In this system, two-party system, parties has a constructive and progressive or positive role in suggesting alternative. Two-parties-ൽ ഒരു പ്രധാനപ്പെട്ട മേന്മ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ ക്രിയാത്മകമായ, സർഗാത്മകമായ, പോസിറ്റീവായിട്ടുള്ള ബദലുകൾ, രാഷ്ട്രീയമായ ബദലുകൾ, നയപരമായ ബദലുകൾ, പുതിയ നയങ്ങൾ ഒക്കെ നിർദ്ദേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്ന സാഹചര്യം വരുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം പറയണം. അപ്പോൾ അതല്ല ശരിയായ നയമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരും. അതിന് ബദൽ നയങ്ങൾ നിർദ്ദേശിക്കുകയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വെള്ളം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് പ്രവാസികളെ ചാർട്ട് ചെയ്ത് ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്ന കാര്യം വരുമ്പോൾ ഭരണപക്ഷത്തിനൊരു അഭിപ്രായം, പ്രതിപക്ഷത്തിന് വേറൊരു അഭിപ്രായം. കാരണം പ്രതിപക്ഷം വേറൊരു ബദൽ നിർണ്ണയിക്കുകയാണ്. അതിൻ്റെ ശരി തെറ്റൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാവരും കൂടെ ഒന്നിച്ചു കൊണ്ടുവരും. രോഗികളല്ലാത്തവരെ ഒന്നിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ രോഗികളെ മാത്രം പ്രത്യേകം കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളാണ്. അതാണ് തർക്ക വിഷയം. അതിൻ്റെ ശരി തെറ്റുകളല്ല വിഷയം. പക്ഷേ ഗവൺമെൻറ് ഒരു നയം പറയുന്നു, പ്രതിപക്ഷം വേറൊരു ബദൽ നിർദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ കാണേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെ കൺസ്ട്രക്റ്റീവായ, പ്രോഗ്രസീവായ ബദലുകൾ നിർദ്ദേശിക്കാൻ കഴിയും. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് പാർട്ടീസ് വെർ ക്ലിയർ ബിക്കോസ് ഓഫ് ദി റൂളിംഗ് ആൻഡ് ഒപ്പോസിഷൻ ഡിവിഷൻ ഈസ് വെരി ക്ലിയർ. ബിക്കോസ് ഓഫ് ദി റൂളിംഗ് ആൻഡ് ഒപ്പോസിഷൻ ഡിവിഷൻ ഇവിടെ നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റോള് വളരെ കൃത്യമാണ്. വൺ പാർട്ടി വർക്ക്സ് ആസ് എ റൂളിംഗ് പാർട്ടി ആൻഡ് അതർ വർക്ക്സ് ആസ് എൻ ഒപ്പോസിഷൻ. ബോത്ത് ഹാവ് ക്ലിയർ കട്ട് റോൾസ് ആൻഡ് their own duties to perform. In that sense, a clear cut definition of or clearly defining the ruling party and opposition party, that kind of a situation is there. That was the first part of this. Then we have to go to the demerit of two-party system. Two-party system has several demerits. First one is executive become very strong and cabinet become a dictator. In two-party system, the executive or the cabinet or the political executive become very strong in the sense that, and there is a chance the cabinet become a dictator. Cabinet decides everything. Legislature does not have any role. Executive become more powerful. Like Indian case അങ്ങനെയാണ്. ഈ ടു പാർട്ടീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ടു പാർട്ടീസിൽ ഒരിക്കൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ 4 കൊല്ലം 5 കൊല്ലം വലിയ ഭീഷണിയൊന്നും ഉണ്ടാവില്ല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അങ്ങനെ പ്രശ്നം, ടു പാർട്ടീസിൽ അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. അവർ ജയിച്ചു കഴിഞ്ഞാൽ 4 കൊല്ലം 5 കൊല്ലം അധികാരത്തിലിരിക്കാൻ കഴിയും. അങ്ങനെ ഒരു സമയത്ത് അവർക്ക് തോന്നിയതുപോലൊക്കെ, അല്ലെങ്കിൽ അവർ പലപ്പോഴും ഏകാധിപതികളെ പോലെ ഭരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ നിയന്ത്രണം ഒന്നുമില്ലാത്ത രീതിയിൽ ഏകാധിപതികളെ പോലെ അവർ ഭരിക്കുന്ന ക്യാബിനറ്റിൻ്റെ ഒരു ഭരണമായിരിക്കും പലപ്പോഴും നടക്കുക. Then choice of electorates are limited between two parties. ജനങ്ങളുടെ ചോയ്സ് ഈ രണ്ട് പാർട്ടികൾക്കിടയിലേ ഉള്ളൂ. There is not a third choice or alternative. That kind of problem is there. Then lead to political polarization of society. സമൂഹം
രാഷ്ട്രീയമായി ധ്രുവീകരിക്കുന്നതിന് കാരണം ഇറ്റ്സ് പൊളിറ്റിക്കൽ പോളറൈസേഷൻ ബിറ്റ്വീൻ ടു പാർട്ടീസ്. അത് പലപ്പോഴും രണ്ട് ഇരുകക്ഷി സമ്പ്രദായങ്ങളുടെ രാജ്യങ്ങളിൽ ജനങ്ങൾ ഈ രണ്ട് പാർട്ടികൾക്ക് കീഴിൽ അങ്ങ് ധ്രുവീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കുറേ കാലം മുന്നേ വരെ LDF UDF എന്ന് പറയുന്ന ധ്രുവീകരണം ഇപ്പോഴും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. BJP ഉണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട LDF UDF എന്ന് പറയുന്ന ധ്രുവീകരണം കേരളത്തിലുണ്ട്. ജനങ്ങൾ ഒന്നുകിൽ LDF ഇടതുപക്ഷക്കാരാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലികൾ, വലതുപക്ഷ UDFന്റെ ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ പോളറൈസേഷൻ സമൂഹത്തിൽ കാരണമാകുന്നു. വളരെ രൂക്ഷമായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഒരു വിഭാഗം കൊണ്ടുവരുന്ന എല്ലാം തെറ്റ്, മറ്റേ വിഭാഗം അതിനെ മുഴുവൻ എതിർക്കുക, ഈ വിഭാഗം എന്തെങ്കിലും നയം കൊണ്ടുവരുമ്പോൾ അതിനെ മുഴുവൻ മറ്റവരെ എതിർക്കുക, സമരം ചെയ്യുക, അങ്ങനെ കലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അത് ആ സമൂഹത്തിന് നല്ലതല്ല. അപ്പോൾ അത്തരത്തിൽ ലീഡ് ടു പൊളിറ്റിക്കൽ പോളറൈസേഷൻ, സമൂഹം രാഷ്ട്രീയമായി ധ്രുവീകരിക്കുന്നതിന്, ഭിന്നിക്കുന്നതിന് കാരണമാകും. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് മേ നോട്ട് ആഡിക്വേറ്റ്ലി റെപ്രസെൻറ്റ്. ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങൾ പലപ്പോഴും വേണ്ട വിധം ശരിയായ രീതിയിൽ അംഗീകരിക്കപ്പെടാത്തൊരു സാഹചര്യം ഇവിടെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ദീസ് ആർ ദി മേജർ ഡീമെറിറ്റ്സ് ഓഫ് ടു പാർട്ടി സിസ്റ്റം. എക്സിക്യൂട്ടീവ് ബിക്കം വെരി സ്ട്രോങ്, choice of electorate are very limited and lead to political polarization, and minority interests are not adequately represented. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടത്ര പങ്കാളിത്തം പലപ്പോഴും ലഭിക്കാറില്ല. കാരണം ഈ രണ്ട് വലിയ പാർട്ടികൾക്കേ കിട്ടുള്ളൂ. ന്യൂനപക്ഷ ചെറിയ ചെറിയ പാർട്ടികൾക്കൊന്നും ഒരു പ്രാധാന്യമൊന്നുമില്ല. രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളിലായിട്ട് ഈ അധികാരം വിഭജിച്ച് പോകണം. നമ്മൾ കേരളത്തിലെ കാര്യം എടുക്കുന്ന പോലെ കേരളത്തിലെ LDF UDF എന്ന് പറയുന്നത് ഒരു 2 പാർട്ടി സമ്പ്രദായം പോലെ ഇവിടെ രണ്ട് മുന്നണിയാന്നേ ഉള്ളൂ. LDF UDF എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരു മുന്നണിയുണ്ട്, BJP ഉണ്ട്. അവർക്ക് 10-16% വോട്ടുണ്ട്, പക്ഷേ ഒരു സീറ്റ് പോലും കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഈ ന്യൂനപക്ഷം അവിടെ അവർ BJP മൈനോറിറ്റി ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം കൊണ്ട് കുറവായതെന്നുള്ള രീതിയിൽ, അല്ലാതെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളതല്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോരായ്മയെ നമുക്ക് പറയാൻ. ദീസ് ആർ ദി മേജർ ഡീമെറിറ്റ്സ് ഓഫ് ടു പാർട്ടി